ഇത് നിങ്ങൾക്കുള്ള രാജ്യമല്ല. നിങ്ങൾക്കുള്ള രാജ്യം ഓൾറെഡി ഞങ്ങൾ 1947 നൽകിയതാണ് പാകിസ്ഥാൻ. അന്ന് ഇന്ത്യയെ രണ്ടായിട്ട് വെട്ടിമുറിച്ചത് മതത്തിന്റെ പേരിലാണ്. ഈ ഒരു ചുവര തട്ടം ധരിച്ചുകൊണ്ട് സെറ്റ് സാരിയിൽ ഓണസദ്യ കഴിക്കുന്ന ആ ഒരു യുവതിയാണ് ഇച്ചിരി മുമ്പേ വന്ന് നിങ്ങളോട് ഓണം ഹറാമാണ്, അനിസ്ലാമികമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഘോരം പ്രസംഗിച്ചത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സോഷ്യൽ മീഡിയയെ അനുദിനം കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈറസാണ് മതം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള കുറേയധികം കുത്തിത്തിരിപ്പ് മത പുരോഹിതരും മതവിശ്വാസികളും, അത് ഹിന്ദു എന്ന ക്രിസ്ത്യൻ എന്ന മുസ്ലിം എന്ന വ്യത്യാസമില്ലാതെ കെട്ടിയെടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഒരു നാശം. അവർ തീരുമാനിക്കും നമ്മൾ എന്തെല്ലാം ചെയ്യണം, ചെയ്യരുത്, നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് ആഘോഷത്തിൽ പങ്കുചേരണം, ഈ വക കാര്യങ്ങളെല്ലാം അവരാണ് തീരുമാനിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവരെല്ലാവരും ഈ ഒരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾക്ക് ഉള്ള മതവിശ്വാസമായിരിക്കില്ല മറ്റുള്ള ആളുകൾക്കുള്ളത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ 3-4 നേരം ഒരു അമ്പലത്തിൽ പോയി പെറ്റ് കിടക്കുന്ന വ്യക്തിയല്ല. എനിക്ക് ക്ഷേത്രത്തിൽ പോകണമെന്ന് തോന്നുമ്പോൾ മാത്രം പോകുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ എനിക്ക് ഈശ്വരനെ വിളിക്കണമെന്ന് തോന്നുമ്പോൾ മാത്രം വിളിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ തന്നെയാണ് ഇന്നത്തെ ജനറേഷനിലുള്ള ഒരുമാതിരിപ്പെട്ട കുട്ടികളെല്ലാവരും തന്നെ. അവർക്ക് ഈ മതവിശ്വാസങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങൾ അതൊക്കെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് കാണാൻ ഒട്ടും സമയമില്ലാത്ത ആളുകളാണ്. അവർ മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലും പൊതുജന മധ്യത്തിലും ഏറ്റവും അധികം വിവാദമായിരിക്കുന്ന ഒരു വിഷയമാണ് ഓണം സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദങ്ങൾ. അത് അനിസ്ലാമികമാണ്, ഓണം ഹറാമാണ്, അത് മുസ്ലിമായിട്ടുള്ള ആളുകൾ ആരും ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം മതപുരോഹിതരും എക്സ്ട്രീം മതവിശ്വാസികളും രംഗത്ത് വരുന്ന ഈ ഒരു അവസരത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അതിനെ വിമർശിച്ചുകൊണ്ട് ധാരാളം ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. അതേപോലെ ജാമിദ ടീച്ചറിനെ, ആരിഫ് ഹുസൈൻ തിരുവോത്തിനെ പോലെയുള്ള ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. സോ ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത്രയും തീവ്ര സ്വഭാവം വെച്ച് പുലർത്തുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾക്കുള്ള രാജ്യമല്ല. നിങ്ങൾക്കുള്ള രാജ്യം ഓൾറെഡി ഞങ്ങൾ 1947 നൽകിയതാണ് പാകിസ്ഥാൻ. അന്ന് ഇന്ത്യയെ രണ്ടായിട്ട് വെട്ടിമുറിച്ചത് മതത്തിന്റെ പേരിലാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അന്ന് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭൂപ്രദേശം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്നത്. അത് മുസ്ലിങ്ങളുടെ രാജ്യമാണ്. അന്ന് അവിടേക്ക് പോയത് തീവ്ര സ്വഭാവമുള്ള മുസ്ലിം മതവിശ്വാസികളാണ്. ആ ഒരു കാറ്റഗറിയിൽ പെട്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകും. ഇവിടെ ഞങ്ങൾക്ക് ശാന്തിയും സമാധാനവും വേണം. അതിന് സമ്മതമാണെങ്കിൽ മാത്രം നിങ്ങൾ ഇന്ത്യൻ പൗരത്വം തുടർന്നാൽ മതി. അല്ലാത്തവർ ദയവ് ചെയ്ത് കെട്ടി പോവും. അത്ര സ്വസ്ഥത ഞങ്ങൾക്ക് കിട്ടും. എന്തായാലും ഇതിനകത്ത് പ്രമുഖയായിട്ടുള്ള ഒരു വ്യക്തിയാണ് മുബീസ് പാരഡൈസ് എന്ന് പറയുന്ന വ്യക്തി. പുള്ളിക്കാരി UAE-യിലാണ്. ഒരു 3-4 വർഷം മുമ്പുള്ള പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ എല്ലാം എടുത്തൊന്ന് പരിശോധിച്ചാൽ മതി. ഈ പറയുന്ന പല ഹറാമായിട്ടുള്ള പ്രവർത്തികളും അന്ന് പുള്ളിക്കാരിക്ക് ഹലാലായിരുന്നു. കാരണം ഞഞ്ഞം സോഷ്യൽ മീഡിയ വഴിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും പുള്ളിക്കാരിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപോകാം. അതെ, ഓണത്തിന് ഹിജാബ് ധരിച്ച് പെൺകുട്ടികൾ ഡാൻസ് കളിച്ചതിന്റെ കാരണം ഞാനാണെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ തെറ്റി. നിങ്ങൾക്ക് തെറ്റി. ഹറാമായിട്ടൊരു കാറ്റ് ഹലാലാക്കി തീർക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയതാ ഈ കൂട്ടറില്. ഇവരാണ് കാരണം. 1, മുസ്ലിം നാമധാരികൾ. ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന കുറെ ജന്മങ്ങൾ. 2, എക്സ് മുസ്ലിംസ്. സമൂഹത്തിന് ഒരു ഉപകാരം ഇല്ലാത്ത സ്വയം തോൽവികളായിട്ടുള്ള ഇവരെ ആരും മുന്തിയുന്നു. 3, സംഘികളും ക്രിസ്സംഘികളുമായിട്ടുള്ളവർ. ഇസ്ലാം വിരുദ്ധത തലയ്ക്ക് പിടിച്ച കുറെ എണ്ണം. 4, ഇസ്ലാം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ, എല്ലാവരും കുറ്റം പറയുന്നു, എന്നാ പിന്നെ റീച്ചിന് ഞാനും കൂടെ കുറ്റം പറയാന്ന് പറഞ്ഞ് തിരിഞ്ഞിറങ്ങി ഷോ ഓഫ് കാണിക്കുന്ന വേറെ കുറെ എണ്ണം. ഇവരെല്ലാവരും കൂടി ഹറാമായിട്ടൊരു കാര്യം ഹലാലാക്കാൻ വേണ്ടി മക്കളെ നിങ്ങൾ ഹിജാബ് ഡാൻസ് കളിച്ചോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുട്ടികൾ എന്ത് ചെയ്തു, അതങ്ങ് ഏറ്റെടുത്തിട്ട് ഓരോന്ന് കാണിക്കുകയാണ്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പൊന്നു മക്കളെ, സഹോദരന്മാരെ, മനുഷ്യരെ വഴി തെറ്റിക്കാനാണ് ശൈത്താനുള്ളത്. അത് സോഷ്യൽ മീഡിയയിലും ഉണ്ട്. അവരുടെ വലയിൽ ദയവേത് നിങ്ങൾ വീണു പോകരുത്. അത് തന്നെയാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. നല്ലവരായിട്ടുള്ള മനുഷ്യരെ വഴിതെറ്റിക്കാണ്ട് വന്ന ഒരു ഷെയ്ത്താനാണ് ഈ പറഞ്ഞ മുബീന. കാരണം മറ്റൊന്നുമല്ല, ഈ നാട്ടില് ജാതിപരമായിട്ടോ മതപരമായിട്ടോ വേർതിരിവില്ലാതെ ജീവിക്കുന്ന കുട്ടികൾക്കിടയിലേക്ക് മതം കുത്തി നിറച്ച് മതത്തിന്റെ വിഷവിത്തുകൾ, അതായത് മതഭീകരതയുടെ
അല്ലെങ്കിൽ വർഗീയ ചേരുതിരിവിന്റെ വിഷവിത്തുകൾ വാരി വിതറുന്ന ഒരു ഷെയ്ത്താനാണ് ഈ പറയുന്ന മുബീന, അല്ലെങ്കിൽ മുബീസ് പാരഡൈസ് എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ. ഇവരെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവർ പറഞ്ഞതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട്. ഇവരാണ് ഷെയ്ത്താൻ. കാരണം സമൂഹത്തിലേക്ക് വിഷത്തിന്റെ വിത്തുകൾ വാരി എറിയുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്. നിങ്ങളുടെ ഈമാൻ കാത്തു സൂക്ഷിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുപാട് മുസ്ലിം സ്ത്രീകൾ ബ്ലോഗേഴ്സ് ആയിട്ട് നമ്മുടെ ഈ നാട്ടിലുണ്ടായിട്ട് ഞാൻ ഒരാൾ മാത്രമാണ് ധൈര്യപൂർവ്വം വന്ന് സത്യസന്ധമായിട്ട് ഹിജാബ് ധരിച്ച് ഡാൻസ് കളിക്കരുത് എന്ന് പറഞ്ഞത്. അതിന്റെ പേരിൽ ഒരുപാട് വിമർശനം എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പേടിച്ച് ചിലപ്പം ഇത് നിർത്തിപ്പോയേനെ. പക്ഷേ ഞാൻ ഒരു തരി പോലും പതറാതെ മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ എന്റെ റബ്ബിൽ അത്രയും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഹിജാബിട്ടും ഇല്ലാതെയും ഡാൻസ് കളിച്ചോളൂ മക്കളെ, നിങ്ങൾ മാസാണ് എന്ന് നുണ പറഞ്ഞ് ലൈക്കും റീച്ചും വാങ്ങേണ്ട ഗതികേട് ഈ മുബീനാക്കില്ല. ഓക്കെ മുബി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു 2 വർഷം മുൻപ് ഒരു ഓണാഘോഷം UAE നടന്നായിരുന്നു. നമ്മുടെ ബിഗ് ബോസ് താരങ്ങളായിട്ടുള്ള റെനീഷ റഹ്മാൻ, നാദിറ മെഹറിൻ എന്നിവർ പങ്കെടുത്ത ഒരു ഓണം സെലിബ്രേഷൻ. അതിന്റെ ആങ്കർ ആയിരുന്ന വ്യക്തി ആരായിരുന്നു എന്നറിയോ? ഈ പറയുന്ന മുബീസ് പാരഡൈസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ്. അന്ന് നിങ്ങൾ ഹറാമായിട്ടുള്ള ഓണം ആഘോഷിച്ച് ഓണം സദ്യ കഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തന്നാലും, ഓൾറെഡി നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കടന്ന വീഡിയോ ആണ്. നിങ്ങളത് മുക്കി. ഞാനത് നാദിറ മെഹറിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് പൊക്കി. ഹായ് നമസ്കാരം. അപ്പൊ ഞങ്ങളിങ്ങനെ ദുബായിലെത്തി. ദുബായിൽ ഞങ്ങൾ ആദ്യത്തെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് കൂടിയായിരുന്നു ബിഗ് ബോസ്. സോ ഗൈസ്, ഈ ഒരു ചുവര തട്ടം ധരിച്ചുകൊണ്ട് സെറ്റ് സാരിയിൽ ഓണസദ്യ കഴിക്കുന്ന ആ ഒരു യുവതിയാണ് ഇച്ചിരി മുമ്പേ വന്ന് നിങ്ങളോട് ഓണം ഹറാമാണ്, അനിസ്ലാമികമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഘോരം പ്രസംഗിച്ചത്. എന്തേ മുബി, അന്ന് ഓണം ഹറാമാണെന്ന് അറിയില്ലായിരുന്നോ? അതോ അമ്മായിക്കും അടുപ്പിലാവാം എന്നൊരു ഫിലോസഫി ചേച്ചിക്കുണ്ടോ? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ് ഞാൻ. പിന്നെ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ അധികം വിമർശിക്കാത്തതിന്റെ കാര്യം മറ്റൊന്നുമല്ല. ഞാൻ ഈ അടുത്തിടെ ജാമിദ ടീച്ചറിന്റെ ഒരു ലൈവ് കണ്ടായിരുന്നു. ആ ലൈവിനകത്ത് ജാമിദ ടീച്ചർ പറയുന്നുണ്ട്, പണ്ട് നിങ്ങൾക്കെതിരെ ജാമിദ ടീച്ചർ ഒരു വീഡിയോ ചെയ്തു. അന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരോ പോലീസിനെ ഇൻഫോം ചെയ്തിട്ട് പോലീസുകാർ ജാമിദ ടീച്ചറിനെ കോൺടാക്ട് ചെയ്തു. അന്ന് ജാമിദ ടീച്ചറിനോട് ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസുകാർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ടീച്ചർ ആ ലൈവിനകത്ത് വെളിപ്പെടുത്തിയായിരുന്നു. നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ എന്തോ മെഡിസിൻ ഒക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് ടീച്ചർ അന്ന് ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തത്. പക്ഷേ ഇനിയും നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രൊവോക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ടീച്ചർ കൺഫേം ആയിട്ടും ആ ഒരു വീഡിയോ എല്ലാം തന്നെ പബ്ലിക്കിൽ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് ജാമിദ ടീച്ചർ ചില കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും ഒന്നിച്ച് കിടക്കുന്ന വീഡിയോ വരെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ നിലവിൽ അതെല്ലാം മുക്കി. നിങ്ങൾ അനിസ്ലാമികം എന്ന് പറയുന്ന പല കാര്യങ്ങളും ഇതിനു മുൻപ് നിങ്ങൾ ചെയ്തതാണ് മുബി. അതുകൊണ്ട് തന്നെ ഉപദേശിക്കാൻ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ പാസ്റ്റ് ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. സോ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നിങ്ങൾ ഓണം സെലിബ്രേഷന് വീഡിയോ മുക്കി. പക്ഷെ ആ ഒരു ഓണം സെലിബ്രേഷൻ അത് റെനീഷ റഹ്മാനും നാദിറ മെഹറിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് ആ ഒരു വീഡിയോ തപ്പിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. ഓക്കെ ബൈ എന്നാ.